ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്. ഈ മത്സരം എന്ന് പറയുന്നത് ഒരു റീമാച്ച് ആണ്. അതായത് ധരംശാലയിൽ ഇവർ തമ്മിൽ നടന്ന മത്സരമാണ് ആദ്യം പകുതി വഴിക്ക് വെച്ച് നിർത്തുന്നതും പിന്നീട് IPL താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നതും. അപ്പോൾ അത് മാച്ച് ഉപേക്ഷിച്ചിട്ട് ഇവർക്കും ഒരു പോയിന്റ് കൊടുക്കുന്നതിന് പകരം ആ മാച്ച് റീഷെഡ്യൂൾ ചെയ്യുകയാണ് BCCI ചെയ്തത്. അത് തികച്ചും ന്യായമായ ഒരു കാര്യമാണ്. കാരണം മഴയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാരണമായിരുന്നില്ലല്ലോ അന്ന് മാച്ച് അബാൻഡൻ ആയത്. അത് വേറൊരു സെക്യൂരിറ്റി കൺസേൺസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ BCCI മാച്ച് റീഷെഡ്യൂൾ ചെയ്തു. ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരു ടോപ്പ് 2 ഫിനിഷിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ പഞ്ചാബ് കിങ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സരമാണ്. ഈ സീസണിലെ കഴിഞ്ഞ 2 മത്സരങ്ങളിലെ ഫലങ്ങൾ എന്ന് പറയുന്നത് പഞ്ചാബ് കിങ്സിന് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കുന്നതാണ്. അതായത് ടോപ്പ് 2 കണ്ടൻഷനിൽ ഉണ്ടായിരുന്ന ഗുജറാത്ത് ടൈറ്റൻസ് ആയാലും RCB ആയാലും കഴിഞ്ഞ മത്സരങ്ങളിൽ തോൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ തങ്ങളുടെ വിധി തങ്ങളുടെ കയ്യിലാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലെത്തി പഞ്ചാബ്. അതായത് അടുത്ത 2 മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോയിന്റ് ടേബിൾ 1ാം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയും ഒരു ക്വാളിഫയർ 1 അതായത് ഫൈനൽസിലേക്ക് ഒരു എക്സ്ട്രാ ചാൻസ് ലഭിക്കുകയും ചെയ്യും. നിലവിൽ നമ്മൾ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ 12 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റുമായിട്ട് പഞ്ചാബ് കിങ്സ് 2ാം സ്ഥാനത്താണ്. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ RCB നല്ലൊരു മാർജിനിൽ തോറ്റതോടെ ഡെഡ് റൺ റേറ്റിൽ RCB താഴെ വരികയും 3ാം സ്ഥാനത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇനി നമ്മൾ പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് വരുമ്പോൾ പറയേണ്ടത് ഇപ്പോൾ നമ്മുടെ ജോഷ് ഇംഗ്ലിസ് ആയാലും മാർക്കസ് സ്റ്റോയിനിസ് ആയാലും കൈൽ ജെയിംസ് ആയാലും ഇവരുടെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്ക്വാഡ് ഒന്നുകൂടെ സ്ട്രെങ്തൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോമിലേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ വറി ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നുമില്ല. ഇപ്പോൾ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിലായാലും ആവറേജിന്റെ കാര്യത്തിലായാലും ഒക്കെ ഒരു വളരെ മികച്ചൊരു ഓപ്പണിംഗ് പെയർ ആണ് പഞ്ചാബ് കിങ്സിനുള്ളത്. പ്രിയാൻഷ് ആര്യ, പ്രഭ്സിമ്രാൻ സിംഗ്. ഇനി ശ്രേയസ് അയ്യറിന്റെ കാര്യം നോക്കിയാലും ശ്രേയസ് അയ്യരും നല്ല സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ മിഡിൽ ഓർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ നെഹാൽ വധേര നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള നോക്സ് കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശശാങ്ക് സിംഗും വേണ്ട രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജോഷ് ഇംഗ്ലിസ് ടീമിലേക്ക് തിരികെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോഴേക്കും ഇവരുടെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് തന്നെ ബാറ്റിംഗ് ആണ്. ബാറ്റിംഗ് കാര്യത്തിലാണ് ഇവർ ഈ മത്സരങ്ങളൊക്കെ വിജയിക്കുന്നത്. ഇനിയിപ്പോൾ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അർഷദീപ് ചില മത്സരങ്ങളിൽ എക്സ്പെൻസീവ് ആവുന്നുണ്ടെങ്കിലും ഓവറോൾ വിക്കറ്റുകൾ സുഖമായിട്ട് കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്ക് ആൻസൺ തന്റെ പാർട്ട് ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ മോശം ഫോമിലായിരുന്ന ചഹലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് ബോളിംഗിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ കൈൽ ജെയിംസിനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. കൈൽ ജെയിംസൺ ടീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വറി ഫ്രീ ആയിട്ടുള്ളൊരു ടീം സെറ്റപ്പാണ് പഞ്ചാബ് കിങ്സിൻ്റേത്. ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ പഞ്ചാബ് ക്യാമ്പിലില്ല. അവർ ഹൈ കോൺഫിഡൻസിലാണ്. കാരണം ഇതേവരെ നടന്ന 12 മത്സരങ്ങളിൽ 8 മത്സരങ്ങൾ ജയിച്ചു. 3 മത്സരങ്ങൾ മാത്രമാണ് അവർ പരാജയപ്പെട്ടത്. ഇനി ആ നോ റിസൾട്ട് വന്ന ഒരു മത്സരം പോലും KKR-നെതിരെ ഒരു പക്ഷേ അവർക്ക് വിജയിക്കാൻ ആവുന്ന മത്സരമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയാൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങൾ ശ്രദ്ധിച്ചാൽ IPL ടോപ്പിൽ നിൽക്കുന്ന ടീമുകളെ ഓൾറെഡി എലിമിനേറ്റ് ആയ ടീമുകൾ തോൽപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വരുന്ന ടീമുകൾക്ക് ബാഗേജസ് ഒന്നുമില്ല. അതായത് ഇക്കളി തോറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്താവും എന്നുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഒന്നുമില്ല. ഒരു ഫ്രീ മൈൻഡാണ്. അതായത് ഇനി എന്തായാലും ഞങ്ങളെ തളച്ചിടാനായിട്ടൊന്നുമില്ല, ഒരു മാക്സിമം കൊടുക്കുക, ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡിൽ കളിക്കാൻ ഇനിയുള്ള ഈ ടീമുകൾക്കൊക്കെ കഴിയും. അത് മാത്രമാണ് ഇപ്പോൾ പഞ്ചാബ് കിങ്സ് വേണമെങ്കിൽ നേരിടാൻ സാധ്യതയുള്ള ഒരു വെല്ലുവിളി എന്ന് പറയാം. ഇനി നമ്മൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സീസൺ ആണ്. ഇപ്പൊ തുടക്കം തൊട്ടേ തോറ്റ് പുറത്താവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു വിഷമം വരില്ല. കാരണം തുടക്കം തൊട്ടേ വളരെ മോശം ഫോമാണ്. ഇപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഹാഫ് തൊട്ടേ കഴിയുമ്പോഴേ അറിയാം മോശം ഫോമാണ്. അപ്പോൾ പിന്നീട് ഇങ്ങോട്ട് ഓഫ് കോഴ്സ് ഒരു ചാമ്പ്യൻ ടീം പുറത്താവുമ്പോൾ ഉള്ള വിഷമം എന്നല്ലാതെ ഒരു ഹാർട്ട് ബ്രേക്ക് എന്നുള്ള രീതിയിൽ വരില്ല. പക്ഷേ ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യം നോക്കൂ. ആദ്യത്തെ 4 മത്സരങ്ങളിൽ 4 ജയം. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ പോയിന്റ് ടേബിൾ 1ാം സ്ഥാനത്ത്. അവരാണ് പിന്നീട് തുടർച്ചയായിട്ടുള്ള തോൽവികളിലൂടെ പുറത്താവുന്നത്. തുടക്കത്തിലെ മത്സരങ്ങൾ കാണുമ്പോൾ അനായാസം പ്ലേ ഓഫിൽ കടക്കുമെന്ന് തോന്നിച്ച ടീമാണ് പുറത്താവുന്നത്. അപ്പോൾ അതൊരു ഹാർട്ട് ബ്രേക്ക് ആണ്. അപ്പോൾ ഫാൻസിനായാലും പ്ലേയേഴ്സിനായാലും അത് ഉൾക്കൊള്ളാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ആ ഒരു ബാഗേജ് ഒക്കെ അവർക്ക് ഇന്നില്ല. എന്തായാലും പുറത്തായി. ഇനി ഒരു അവസാനം ആ ഒരു പ്രൈഡിന് വേണ്ടി, അതായത് തങ്ങൾ ഒരു ലക്കിന്റെ പുറത്തല്ല ആദ്യത്തെ തുടർച്ചയായ മത്സരങ്ങൾ ജയിച്ചതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു വിജയം, അതായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാലോ, സ്ട്രഗ്ലിംഗ് ആണ്. ഇപ്പോൾ അക്ഷർ പട്ടേൽ ഇന്നലെയും ട്രെയിൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു ഇൻലെസ് കാരണം കഴിഞ്ഞ മത്സരം കളിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ മത്സരം കളിക്കാനും സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ ഫുള്ളി മാച്ച് ഫിറ്റ് ആയാൽ കളിക്കുമെങ്കിലും ആ ഒരു സൂചനകളൊന്നും അത്ര നല്ലതല്ല. ഇനി ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അഭിഷേക് പോറൽ കിട്ടുന്ന സ്റ്റാറ്റ്സ് കൺവേർട്ട് ചെയ്യുന്നില്ല. ഫാഫ് ഡുപ്ലസി കഴിഞ്ഞ മത്സരങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. KL രാഹുൽ ഫോമിലാണെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകാനാവാതെ പോയി. പിന്നീട് നമ്മൾ മിഡിൽ ഓർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റബ്സ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അശുതോഷ് ശർമ്മ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വിപ്രശ്നകം അവരുടെ ഈ സീസണിൽ നല്ലൊരു ഫൈൻഡ് ആണ്. ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യം 18 ഓവർ നല്ല രീതിയിൽ ബോൾ ചെയ്ത ടീമാണ് അവസാന 2 ഓവർ കൊണ്ട് കളഞ്ഞത്. ഇപ്പോൾ 18 ഓവറിൽ 132 എന്ന നിലയിൽ മുംബൈ റെസ്ട്രിക്ട് ചെയ്തിട്ട് അവസാന 2 ഓവറിൽ മുകേഷ് കുമാറും ദുഷ്മന്ത ചമീരയും ചേർന്ന് 48 റൺസാണ് വഴങ്ങിയത്. ഇപ്പോൾ അങ്ങനെ അവർ ഒരുപാട്
ബോളിംഗിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനതാണ് പറഞ്ഞത്, കുൽദീപ് യാദവ് ഇടയ്ക്ക് 4 മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് വിക്കറ്റ് എടുക്കാത്തപ്പോൾ ഇവരെ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മിഡിൽ ഓർഡറിൽ എതിർ ടീമിന്റെ ബാറ്റിംഗ് ഓർഡറിൽ ഡെന്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ അവസാന ഓവറുകൾ ഇന്നലെ കഴിഞ്ഞ മത്സരത്തിലെ പോലെ അടിവാങ്ങും. കഴിഞ്ഞ മത്സരത്തിലാവട്ടെ സൂര്യകുമാർ യാദവ് ആ വിക്കറ്റ് സേവ് ചെയ്ത് ആ ഒരു വെയിറ്റിംഗ് ഗെയിം കളിച്ച് അവസാനമായപ്പോഴേക്കും എക്സ്പാൻഡ് ചെയ്തു. നമാൻദറും അതുപോലെ തന്നെ അറ്റാക്കിംഗ് മോഡിലേക്ക് പോയപ്പോൾ ഇവരെ മുംബൈയെ പിടിച്ചു നിർത്താൻ നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസിന് കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഇവരുടെ ബോളിങ്ങിൽ പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിയർലെസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ കളിക്കാമെന്നതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മത്സരം നടക്കുന്നത് ജയ്പൂരാണ്. ഇപ്പോൾ IPL റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആ ഒരു വെന്യൂസിലൊക്കെ കുറച്ച് ജഗ്ലിംഗ് വന്നിരുന്നു. ഇനി പഞ്ചാബ് കിങ്സ് തങ്ങളുടെ 2 ഹോം മത്സരങ്ങളും കളിക്കുന്നത് ജയ്പൂരാണ്. ഇനി ജയ്പൂരിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഒരു 180, 190 ഒക്കെ ഒരു പാർ സ്കോർ വരുന്ന സർഫസ് ആയിരുന്നു നമ്മുടെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ സീസണിൽ ജയ്പൂരും ഒരു ഹൈ സ്കോറിംഗ് സർഫസ് ആണ്. അതായത് 200 ഒക്കെ പലതവണ വന്നിട്ടുണ്ട്. ഈ സീസണിൽ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് തന്നെ ഒരു 200 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആ ഒരു പഞ്ചാബ് കിങ്സിന്റെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ ഒരു ഹൈ സ്കോറിംഗ് ഗെയിം തന്നെ പ്രതീക്ഷിക്കാം. ഇനി പ്രെഡിക്റ്റഡ് പ്ലേയിങ് 12ലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോഷ് ഇംഗ്ലിസ് ആയാലും അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോയിനിസ് ആയാലും കൈൽ ജെയിംസൺ ആയാലും ഒക്കെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 പേരെങ്കിലും ടീമിലേക്ക് ഡയറക്റ്റ് വരാൻ സാധ്യത ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ മിച്ചോവന് വേണമെങ്കിൽ ഒരു ചാൻസ് കൂടെ കൊടുത്തു നോക്കാം, അല്ലെങ്കിൽ ജോഷ് ഇംഗ്ലിസുമായിട്ട് സ്വാപ്പ് ചെയ്യാം. അപ്പോൾ അവരെങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല. ഇതൊരു മസ്റ്റ് ഗെയിമാണ് ഒരു ടോപ്പ് 2 ക്വാളിഫിക്കേഷന്റെ കാര്യം വെച്ച് പറയുമ്പോൾ. കാരണം അടുത്ത മത്സരം പഞ്ചാബ് കളിക്കേണ്ടത് മുംബൈ ഇന്ത്യൻസിനോടാണ്. അപ്പോൾ ഒരു ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡ് ആയിരിക്കും ഇവർ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ജോഷ് ഇംഗ്ലിസ് ടീമിലേക്ക് വരാം. അതുപോലെ തന്നെ വേണമെങ്കിൽ സേവിയർ ബാർട്ട്ലറ്റിന് വരാൻ കൈൽ ജെയിംസിനെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ മാർക്കസ് സ്റ്റോയിനിസിനെയും വേണമെങ്കിൽ അസ്നത്തുള്ള ഒമർ സായിക്ക് വരാൻ ടീമിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ എന്തായാലും ഇവരുടെ ടീമിൽ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. ഇനി നമ്മൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാതിരുന്ന അക്ഷർ പട്ടേൽ ഇന്നലെയും പ്രാക്ടീസിന് ഇറങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മാധവ് തിവാരിക്ക് ഒരു ചാൻസ് കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അക്ഷർ മാച്ച് ഫിറ്റ് ആണെങ്കിൽ മാധവ് തിവാരിയെ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. പഞ്ചാബ് കിങ്സ് നിരയിൽ നിന്ന് ശ്രേയസ് അയ്യർ ഒരു ബ്രില്യൻ ക്യാപ്റ്റനാണ്. അപ്പോൾ ഇതേവരെ 3 ഫ്രാഞ്ചൈസിനെയാണ് നമ്മുടെ ശ്രേയസ് അയ്യർ പ്ലേ ഓഫിൽ എത്തിച്ചത്. ഇപ്പോൾ പ്ലേ ഓഫിൽ എത്തിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ 2014 ശേഷം ആദ്യമായിട്ട് പഞ്ചാബ് കിങ്സ് പ്ലേ ഓഫിൽ എത്തുന്നു. ഒരു ടോപ്പ് 2 ഫിനിഷ് കൂടി ശ്രേയസ് അയ്യർ എന്തായാലും നോട്ടം വെക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ എങ്ങനെയായിരിക്കും ശ്രേയസ് അയ്യർ തന്റെ ടീമിനെ നയിക്കുക, അതുപോലെ തന്നെ ബാറ്റ് കൊണ്ട് എങ്ങനെയായിരിക്കും തന്റെ ടീമിന് വേണ്ടി പെർഫോം ചെയ്യുക എന്നറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽ സൈഡിൽ നിന്ന് KL രാഹുൽ. ഇവിടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KL രാഹുൽ ഇന്ത്യയുടെ T20 സെറ്റപ്പിലേക്ക് മടങ്ങി വരും എന്നുള്ള റൂമേഴ്സ് ഒക്കെ ഉണ്ട്. 2026 T20 വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടീമിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ റൂമേഴ്സ് കേൾക്കുന്നു. അപ്പോൾ ഒരു സ്ട്രോങ് ഫിനിഷ് ഈ സീസണിൽ KL രാഹുൽ നൽകാനാകുമോ? ഇപ്പോൾ കഴിഞ്ഞ സീസണുകളെയൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ രാഹുലിന് ബെറ്റർ ആയിട്ടുണ്ട്. ആവറേജ് എന്നും ടോപ്പ് തന്നെയായിരുന്നു, പക്ഷേ സ്ട്രൈക്ക് റേറ്റ് തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സീസണിലെ തങ്ങളുടെ അവസാന മത്സരത്തിൽ KL രാഹുൽ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്നറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? പഞ്ചാബ് കിങ്സോ അതോ ഡൽഹി ക്യാപിറ്റൽസോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.